ദൈവത്തിന് മഹത്വം. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവുമില്ല എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ ആശ്വസിപ്പിക്കുന്നു എന്ന അർത്ഥമുള്ള നെഹമ്യാവ് പാർസി രാജാവായ അർത്തസഷ്ടാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു. വിശ്വസ്തനായിരുന്ന മനുഷ്യൻ, പ്രാർത്ഥനാ മനുഷ്യൻ. ഏകദേശം 4 മാസത്തോളം യെരൂശലേമിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഏകദേശം 11 പ്രാവശ്യം അവൻ പ്രാർത്ഥിച്ചതായി ഈ പുസ്തകത്തിൽ പറയുന്നു. തൻ്റെ ഉത്തരവാദിത്വങ്ങളുടെ നടുവിൽ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയിരുന്നു. രാജാവിനോടുള്ള ബന്ധത്തിൽ അവൻ്റെ സാധ്യതകളെ ദൈവവേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ, ദൈവിക പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ താൻ തയ്യാറാകുകയാണ്. രാഷ്ട്രീയമായി വളരെയേറെ സ്വാധീനമുള്ള പ്രാദേശിക നേതാക്കളായ സൻബല്ലത്തും തോബിയാവും. അക്കാലത്ത് ശമരിയ ഭരിച്ചിരുന്നത് സൻബല്ലത്താവാണ്. തോബിയാവ് യഹൂദാദേശത്തിൻ്റെ കിഴക്കുള്ള അമ്മോനിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് ചിന്തിക്കുന്നു. ഇരുവർക്കും യഹൂദ മതാനുസാരികളുമായി, പ്രഭുക്കന്മാരുമായി നല്ല ബന്ധമുണ്ടായിരുന്നവർ. ഇവർ അവരുടെ നേട്ടങ്ങൾക്കും അവരുടെ നിലനിൽപ്പിനും വേണ്ടി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയവരുമാണ്. തദ്ദേശവാസികളായ ഈ സൻബല്ലത്തും തോബിയാവും നെഹമ്യാവിനെ പരിഹസിക്കുവാനും മതിൽ പണിയുന്നത് തടസ്സപ്പെടുത്തുവാനും ശ്രമിക്കുകയാണ്. അവർ നിന്ദിച്ച് പരിഹസിച്ചു. നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് അവർ ചോദിച്ചു. നിങ്ങൾ രാജാവിനോട് മത്സരിക്കുന്നു എന്ന് വരുത്തി തീർക്കുവാൻ അവർ പ്രയത്നിച്ചു. ദൈവിക പദ്ധതിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട നെഹമ്യാവോ വളരെ ശുഷ്കാന്തിയോടെ തന്നെ ഏൽപ്പിച്ച നല്ല പ്രവൃത്തിക്കായി ഒരുങ്ങുകയും അവർ അന്യോന്യം ധൈര്യപ്പെടുത്തുകയും ചെയ്തുവെങ്കിലും ഈ പരിഹാസവും നിന്ദയും അവരെ വല്ലാതെ ക്ഷീണിപ്പിച്ചു. അതിൻ്റെ നടുവിൽ അവരുടെ പ്രതിജ്ഞാബദ്ധമായ തീരുമാനം വെളിപ്പെടുത്തുകയാണ്. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ദൈവം പണിയുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ വലിയ പണിയിൽ തങ്ങളുടെ പങ്കാളിത്തം വളരെ നിർണായകമാണെന്ന് നെഹമ്യാവ് രേഖപ്പെടുത്തുകയാണ്. ഐക്യതയും അന്യോന്യമുള്ള ധൈര്യപ്പെടുത്തലും അന്യോന്യമുള്ളതായ കൈത്താങ്ങലും എല്ലാം ആ പണികൾക്ക് ആവശ്യമാണ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. ഒരു ഭവനത്തെ പണിയുന്ന ദൈവത്തിൻ്റെ കരം, ഒരു പട്ടണത്തെ പണിയുന്ന ദൈവത്തിൻ്റെ കരം, ഒരു രാജ്യത്തെ പണിയുന്ന ദൈവത്തിൻ്റെ കരം. നെഹമ്യാവ് ആ കരം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് താൻ പറയുന്നു, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഇന്നത്തെ ദിവസം ശത്രു ഏതെല്ലാം നിലകളിൽ നിന്ദിക്കുന്നുവോ, ഏതെല്ലാം നിലകളിൽ പരിഹസിക്കുന്നുവോ, ഏതെല്ലാം നിലയിൽ ധൈര്യം ക്ഷയിക്കുമാറ് മനസ്സിനെ ബലഹീനപ്പെടുത്തി സംസാരിക്കുന്നുവോ, അവിടെയെല്ലാം ദൈവം കാര്യം സാധിപ്പിക്കും. ഇന്നത്തെ ദിവസം അസാധ്യമെന്ന് അനേകർ പറഞ്ഞത്, സാഹചര്യം പറഞ്ഞത്, ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഗാഡ് ബ്ലസ്. കർത്താവേ,
ഇന്നത്തെ ദിവസം തൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഈ ദിവസം തൻ്റെ ജനത്തിന് വേണ്ടി കൽപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.